ഹലോ അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ അല്ലെ? അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ചക്ക വെച്ചിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പൊ സൂപ്പർ സ്നാക്സ് ആണ് പറഞ്ഞാൽ സൂപ്പർ സ്നാക്കാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇപ്പൊ ചക്ക ഒക്കെ കിട്ടുന്ന സമയമാണല്ലോ. അപ്പൊ ചക്കയുടെ ഒരു സമയല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടാവും. അപ്പൊ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ പഴുത്ത ചക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം പഴുത്ത ചക്ക ആയാലും കുഴപ്പമില്ല, ഇതുപോലെ ഒന്ന് മധുരം പിടിച്ച ചക്ക ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടാ. ഞാൻ എടുത്തിട്ടുള്ള ചക്ക ഓവറായിട്ട് പഴുത്തതല്ല. അപ്പൊ അതൊന്നും ഞാനിതാ അതിന്റെ കുരും അതുപോലെ പുറമേ ഉള്ള ചവണിയും എല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് എത്രത്തോളം ചക്ക ഇപ്പൊ ബാക്കി വരുന്ന ചക്ക ഉണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പൊ മക്കളാണെങ്കിലും സൂപ്പറായിട്ട് കഴിച്ചോളും. അപ്പൊ ഞാൻ ആ ചക്ക ഇതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് നമ്മുടെ ചക്കയുടെ മധുരം നോക്കിയിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പൊ ഒത്തിരി മധുരം ആയിട്ടില്ല, അപ്പൊ ഒരുപാട് മധുരമുള്ള ചക്ക അല്ല കേട്ടോ. അപ്പൊ അതാ ഞാൻ ഈ ചേർത്ത പഞ്ചസാര ഞാൻ ഉണ്ടാക്കിയ സ്നാക്സിലേക്ക് ഒരു മീഡിയം മധുരമായിരുന്നു കേട്ടോ. അപ്പൊ ചക്ക മാത്രം അരച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അരച്ചെടുക്കുക. അതല്ലെങ്കിൽ ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഒരു അര ഗ്ലാസ് ഞാൻ ഇപ്പൊ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്നിട്ടൊന്ന് അടിച്ചു കൊടുത്തു നോക്കുക. പിന്നെ ഞാനിതാ ഒരു ഗ്ലാസ് വെള്ളം മുഴുവനും ചേർത്ത് കൊടുത്തു കേട്ടോ. നല്ലോണം ഒന്ന് അരച്ചെടുക്കണം നമുക്ക് കേട്ടോ. അപ്പൊ അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെള്ളം ഇല്ലാണ്ട് അരച്ചെടുക്കാൻ പറ്റും. അത്രത്തോളം പഴുത്തതാണെങ്കിൽ വെള്ളം ചേർക്കാണ്ട് അരച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും ഇതാ ഈ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടാണ് നല്ലോണം അരച്ചെടുത്തിട്ടുള്ളത്. അപ്പൊ പഞ്ചസാരയും ചക്കയും കൂടിയിട്ട് നല്ലോണം അരച്ചെടുത്തു. അപ്പൊ ഇനി അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഒട്ടും വേസ്റ്റ് ആക്കാതെ തന്നെ എല്ലാം ഞാൻ ഒന്ന് നല്ലപോലെ ആ സ്പാച്ചിൽ വെച്ചിട്ട് നല്ലപോലെ ഒക്കെ ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതാ ചക്കനെ ഞാനിതാ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത് നമ്മുടെ ചക്ക അരച്ചിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മൈദയാണ് കേട്ടോ. അപ്പൊ മൈദക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് മാവ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ മൈദയാണെങ്കിൽ ഇഷ്ടമെങ്കിൽ അങ്ങനെ ചേർക്കാം, അല്ല ഗോതമ്പ് പൊടി മതിയെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ. പിന്നെ ഇതിനൊരു അളവൊന്നുമില്ല, നമ്മളെ ഈ പൊടി ചേർക്കുന്നതിൽ ഒരു അളവൊന്നുമില്ല. നമ്മൾ അരച്ചിട്ടുള്ള ചക്ക ഉണ്ടല്ലോ, ആ ചക്ക നമ്മുടെ ഒരു ബാറ്റർ പാകമായി വരുന്നത് വരെ നമുക്ക് ഈ പൊടി ഇട്ട് കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് അരക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിക്കാണ്ട് അരച്ചെടുത്തതാണെങ്കിൽ നമുക്ക് കുറച്ച് പൊടിയുടെ ആവശ്യം വരുള്ളൂ. അപ്പൊ ഞാനിതാ നമ്മുടെ പാകമായി കിട്ടുന്നത് വരെ നമുക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. മൈദക്ക് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് സ്പൂൺ വെച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ മൈദപ്പൊടി എടുത്ത് അതിലേക്ക് നമ്മുടെ അരച്ച ചക്കനെ ചേർത്ത് കൊടുക്കരുത്. അതുപോലെ ചക്ക അരച്ചെടുത്തതിലേക്ക് മൈദപ്പൊടി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ബാറ്റർ ദാ ഈ ഒരു പാകത്തിൽ എടുക്കുക കേട്ടോ. നമുക്കിങ്ങനെ ഒരുപാട് ലൂസാക്കിയിട്ടും അതുപോലെ കട്ടിക്കും മാവ് ഇരിക്കരുത്. ഇപ്പൊ നമ്മുടെ മാവ് നമുക്ക് കോരി എടുക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ. അപ്പൊ ആ ഒരു അളവിൽ എടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തുള്ളത് അര ടീസ്പൂൺ നമ്മുടെ ഏലക്ക മാത്രമായിട്ട് പൊടിച്ചതാണ്. അപ്പൊ ഈ ഏലക്കക്ക് പകരം നിങ്ങൾക്ക് ഏലക്ക വേണ്ട, ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമില്ല എന്നാണെങ്കിൽ നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ, അപ്പൊ അതൊന്ന് പൊടിച്ചിട്ട് ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ചെറിയ ജീരകം പൊടിച്ചിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുക. അതും നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ, നമ്മൾ ഏലക്കൊക്കെ ചേർക്കുന്ന പോലെ. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറുത്ത എള്ളുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ കരിഞ്ജീരകം ആണെങ്കിൽ അത്, അതല്ലെങ്കിൽ വെളുത്ത എള്ള്. ഇതിൽ ഏതാണ് നമ്മുടെ കയ്യിലുള്ളത്, ഏതാ നമുക്ക് ഇഷ്ടമെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. നിർബന്ധമില്ല, നമ്മളെ അടുത്ത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ കരിഞ്ജീരകം ഉണ്ടെങ്കിൽ ഇതാ ഇതുപോലെ കരിഞ്ജീരകം ഉണ്ടെങ്കിൽ ഒരു 3/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെളുത്ത എള്ളാണ് കേട്ടോ. അപ്പൊ കറുത്ത എള്ളുണ്ടെങ്കിൽ അത് ചേർക്കാം. അപ്പൊ നമ്മുടെ സ്നാക്സ് കഴിക്കാനും സൂപ്പറാണ്. അതുപോലെ തന്നെ കറുത്ത എള്ളാകുമ്പോൾ നമുക്ക് പലഹാരത്തിൽ ഇങ്ങനെ കാണാനും പറ്റൂലേ. അപ്പൊ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെളുത്ത എള്ളാണ്. അപ്പൊ ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമുക്ക് ഈ എള്ളൊക്കെ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണല്ലോ. അപ്പൊ നിങ്ങൾ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. ഇതൊന്നും ഇല്ലെങ്കിലും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ചുമ്മാ നമുക്ക് കുറച്ച് ജീരകട പൊടി ഇട്ട് കൊടുക്കുക. അങ്ങനെ ഉണ്ടാക്കിയാലും മതിട്ട് നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പൊ ഇത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ കുറച്ചധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഏലക്കായും അതുപോലെ ഈ എള്ളും എല്ലാം കൂടി നല്ല മിക്സ് ചെയ്തിട്ട് മാവിൽ മൊത്തം ആവട്ടെ.
അപ്പൊ ഞാൻ എടുത്തിട്ടുള്ള ഈ മാവിന്റെ അളവ് നിങ്ങൾക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. കാരണം ഓവർ ആയിട്ട് വെള്ളം പോലെ ഒന്നും എടുക്കരുത്, പിന്നെ കട്ടിക്കുമല്ല കണ്ടോ, ഒന്ന് കുഴഞ്ഞൊരു രൂപത്തിലാണ് കണ്ടോ, ഇതുപോലെയാണ് കിട്ടേണ്ടത് കേട്ടോ. അപ്പൊ ഇനി നമുക്കിത് 1 മണിക്കൂർ നിർബന്ധമായിട്ട് 1 മണിക്കൂർ വെക്കണം കേട്ടോ. അതെല്ലാം നിങ്ങൾക്ക് ഇത് അരച്ചെടുത്തു കലക്കിയെടുത്തു അപ്പം തന്നെ ഉണ്ടാക്കാറുണ്ടെങ്കിൽ നമുക്ക് അപ്പക്കാരം നമ്മുടെ സോഡാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ബേക്കിംഗ് സോഡ ഒക്കെ ഉണ്ടല്ലോ, അത് 2 നുള്ളു ചേർത്ത് കൊടുത്തിട്ട് അപ്പം തന്നെ ഉണ്ടാക്കിയെടുത്താൽ മതി. പക്ഷെ ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ വെച്ചിട്ട് ഇത് ഉണ്ടാക്കുമ്പോഴാണ് ഇതിന്റെ ഈ മാവ് നമുക്ക് പൊങ്ങി വരുള്ളൂ കേട്ടോ. നല്ലോണം ഒന്ന് പൊങ്ങി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക. ഇപ്പൊ ഞാൻ ഈ മാവ് ഉണ്ടാക്കി വെച്ചിട്ട് 3 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. അതിനുശേഷമാണ് ഞാനിപ്പോ ഈ പലഹാരം ഉണ്ടാക്കി എടുക്കുന്നത്. നമ്മുടെ മാവ് കണ്ടില്ലേ, നല്ല ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ട് കണ്ടോ, നമ്മൾ ആദ്യം വെച്ചിട്ടുള്ള ആ ഒരു ബാറ്റർ പോലെ അല്ലല്ലോ ഇപ്പൊ കാണുമ്പോ, കണ്ടില്ലേ. അപ്പൊ ഇതുപോലെ ഇരിക്കണം നമ്മുടെ ബാറ്റർ കേട്ടോ. അപ്പൊ ഇത് നമുക്ക് 3-4 മണിക്കൂർ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോഴാണ് സൂപ്പർ ആയിട്ട് കിട്ടുന്നത്, അത്രയും ടേസ്റ്റും കിട്ടുന്നത് അപ്പോഴാണ് കേട്ടോ. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡ ഒക്കെ ചേർക്കുന്നതിന് പകരം നിങ്ങളുടെ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് അടുക്കള പണിയൊക്കെ കഴിയുന്ന സമയത്ത് ചക്കക്കപ്പ ഉണ്ടെങ്കിൽ ഇതുപോലൊരു ബാറ്റർ ഉണ്ടാക്കി അവിടെ വെക്കുക. എന്നിട്ട് വൈകുന്നേരം ചായ ഉണ്ടാക്കാൻ വേണ്ടി വെക്കുമല്ലോ, ആ സമയത്ത് ഈ സ്നാക്സ് ഉണ്ടാക്കി എടുത്താൽ മതി കേട്ടോ. പിന്നെ ഇത് ചൂടോടക്കനെ കഴിക്കാനാണ് സൂപ്പർ കേട്ടോ. അപ്പൊ ഞാനിത് എണ്ണൊക്കെ വെച്ചിട്ട് എണ്ണ നല്ലോണം ചൂടാവണം കേട്ടോ. എണ്ണ ചൂടാവാതെ ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത്, എണ്ണ കുടിക്കും. അതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത്, ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത്, മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വെച്ച് കൊടുക്കുക. നമ്മുടെ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ആ ഒരു സ്നാക്സ് കണ്ടോ നല്ലോണം ഒന്ന് മൊരിഞ്ഞിട്ട് വരുന്ന അങ്ങനെ ആ ഒരു പരുവത്തിൽ വേണം വെച്ച് കൊടുക്കാൻ കേട്ടോ. പിന്നെ ഒത്തിരി കോരി ഒഴിച്ചു കൊടുക്കരുത്, കുറേശ്ശെ ഇട്ട് കൊടുക്കാവുള്ളൂ. വലിയ ബോൾസ് ഒന്നും ആവണ്ട. പിന്നെ ഇതിന്റെ ചെറുതായാലും ഇതിന്റെ വലുതാക്കിയിട്ട് ഉണ്ടാക്കരുത് കേട്ടോ. അപ്പൊ ചിലപ്പോൾ വെന്ത് കിട്ടാനും ഒക്കെ പ്രയാസമായിരിക്കും. അപ്പൊ ഞാൻ ആ എണ്ണയിൽ നിറയെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഓരോ ഗ്യാപ്പിലും ഞാൻ കുറേശ്ശായിട്ട് കോരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതാവുന്നതിനനുസരിച്ചിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കുകയും ചെയ്യാം. ഹൈ ഫ്ലെയിമിലാണെങ്കിൽ എന്താന്ന് വെച്ചാൽ നമ്മൾ അപ്പൊ തന്നെ അത് കരിഞ്ഞും പോവും, അതുപോലെ ഉള്ളൊന്നും വെന്തിട്ടില്ല കേട്ടോ. അപ്പൊ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ 2 വശം മൊരിച്ചെടുക്കുക. പിന്നെ നിങ്ങൾക്ക് ആ ഒരു ചെറിയ യെല്ലോയിഷ് കളറായിട്ട് കിട്ടുക, അങ്ങനെ മതിയെങ്കിൽ അങ്ങനെ കോരിയെടുക്കുക. അതെല്ലാം മൊരിഞ്ഞതാണ് ഇഷ്ടമെങ്കിൽ ഇതുപോലെ കുറച്ചും കൂടെ ഒന്ന് ബ്രൗൺ ആക്കി എടുക്കുക കേട്ടോ. അപ്പൊ ഞാനിതാ കുറച്ച് ബ്രൗൺ ആക്കിയിട്ട് എടുത്തേക്കണം കണ്ടോ. നമ്മുടെ ആദ്യം ഒഴിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് കണ്ടോ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ മാവ് 2 മണിക്കൂറൊക്കെ വെച്ചതിന്റെ ശേഷം ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ ഇങ്ങനെ കിട്ടുക. അപ്പൊ ഫസ്റ്റത്തെ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ചാനൽ കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോവല്ലേ കേട്ടോ. നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കണേ. നമ്മുടെ എള്ളും ഒക്കെ അതിലിങ്ങനെ കാണാൻ വെളുത്ത എള്ളായതുകൊണ്ടാണ് കേട്ടോ ഓവറായിട്ട് എടുത്ത് കാണിക്കാത്തത്. പക്ഷെ കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ. അപ്പൊ കരിഞ്ചീരകം ഇഷ്ടമാണെങ്കിൽ അത് ചേർത്താലും മതി, പക്ഷെ എല്ലാവർക്കും ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി ചേർത്തത്. അപ്പൊ ഞാനിതാ ഇതും 2 ഭാഗം ഒന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് ബ്രൗൺ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ ഇതും ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാന് ബാക്കിയുള്ളതും കൂടെ ഒന്ന് പൊരിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പൊ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അളവും മനസ്സിലായിക്കോളും. അപ്പൊ ഞാൻ വലിയ സ്പൂണാണെങ്കിലും അതിന്റെ ഒരു സൈഡിലേക്ക് ഈ ഒരു സ്പൂണിന്റെ ഒരു അളവിലൊക്കെയാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അത് നിങ്ങൾക്ക് ഓവർ ആവുന്ന ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയൊരു സ്പൂൺ എടുത്തിട്ട് ആ സ്പൂൺ നിറച്ച് കോരിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇത് മുഴുവൻ ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പൊ നമ്മുടെ ചക്ക വെച്ചിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആണ്, അതുപോലെ നല്ല സോഫ്റ്റും ആണ് കേട്ടോ. അപ്പൊ ഇത് ചൂടോടെ കഴിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്ത് എന്താണെന്നറിയോ, നമ്മുടെ ശർക്കരപ്പാനിക്ക് ഒഴിച്ചിട്ട് നമ്മൾ പലഹാരം ഉണ്ടാക്കൂലോ, അതിന്റെ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ നമുക്കിത് ചൂടോടെ തന്നെ കഴിക്കുമ്പോൾ. അപ്പൊ അത് നമ്മൾ 1 മണിക്കൂർ 2 മണിക്കൂർ വെച്ച ശേഷം ഉണ്ടാക്കുക, അത് മസ്റ്റ് ആണ് കേട്ടോ. അതല്ലാണ്ട് അപ്പൾക്കപ്പോൾ ഉണ്ടാക്കി നമ്മൾ സോഡാപ്പൊടിയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത് എനിക്ക് വലിയ ഒരു ടേസ്റ്റ് തോന്നിയില്ല. അപ്പൊ 2 മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം ഇതുപോലെ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ സൂപ്പർ ആയിട്ട് കിട്ടും. അതുപോലെ നമ്മൾ ഇതിന്റെ ഉൾവശം കണ്ടോ ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ നമുക്ക് നെയ്യപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ ഉണ്ടാവില്ല ആരെടുത്ത പോലെ, അതുപോലെയാണ് ഉണ്ടാവുക കേട്ടോ. അപ്പൊ നല്ലോണം വെന്ത് കിട്ടണം, അതാണ് പറയണത്.
അപ്പൊ ഇതാ ഇന്നത്തെ സ്നാക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.